ചില ഒടുക്കം ചിലതിന്റെ തുടക്കം എന്ന പോലെയാണ് ജൂൾസ് റിമേറ്റ് ട്രോഫിയും ബ്രസീലിന്റെ ആധിപത്യവും. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച ലോകകപ്പ്. അതേ വേദിയിൽ ലോകകപ്പിലെ എക്കാലത്തെയും മികച്ച ടീം കിരീടം നേടി അത് സ്വന്തമാക്കുക. എത്രയോ മനോഹാരിത നിറഞ്ഞ കാഴ്ച. ജോഗോ ബൊണീറ്റോയുടെ നർത്തക സംഘം ഏറെ തിമിർത്താടിയ 1970 മെക്സിക്കോ ലോകകപ്പിന്റെ ഫൈനൽ മത്സരവേദിയിൽ നിന്ന് നായകൻ കാർലോസ് ആൽബർട്ടോ നേടിയ ചരിത്ര ഗോളുമായി ഇറ്റലിയുടെ നെഞ്ചിൽ അവസാന ആണിയും തറച്ച് സെലസാവോയുടെ കാനറി പക്ഷികൾ ജൂൾസ് റിമേറ്റ് ട്രോഫി ബ്രസീലിന് മാത്രം സ്വന്തമാക്കി തന്നിട്ട് 50 വർഷങ്ങൾ പിന്നിടുകയാണ്. തെക്കേ അമേരിക്കക്കും യൂറോപ്പിനും പുറമെ ആദ്യമായി നടക്കുന്ന 1970 മെക്സിക്കോയിലെ വേൾഡ് കപ്പ്. ബ്രസീലിന് കിരീടത്തിൽ കുറഞ്ഞ മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അതിന് വ്യക്തമായ ഒരു കാരണം. കലാപരാഷ്ട്രീയം കൊണ്ട് ബ്രസീലിയൻ ജനത ഒന്നടങ്കം ദുരിതത്തിന്റെ അന്ധകാരതയിലേക്ക് നീങ്ങുമ്പോഴും അവർ ആശ്വാസം കണ്ടിരുന്നത് ജീവവായു പോലെ കൂടെ കൊണ്ടു നടക്കുന്ന കാൽപന്ത് കളിയെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മെക്സിക്കോ സിറ്റിയിൽ നട്ടുച്ചക്ക് ഫിഫ മത്സരങ്ങൾ നടത്താൻ നിശ്ചയിച്ചിടത്തേക്ക് ഏറെ സമ്മർദ്ദങ്ങളുമായാണ് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ച മെരിയോ സെഗല്ലോ എന്ന തന്ത്രജ്ഞാനിയായ പരിശീലകന്റെ ശിക്ഷണത്തിലും കാർലോസ് ആൽബർട്ടോ എന്ന നായകന്റെയും കീഴിൽ പെലെയും കൂട്ടരും വരുന്നത്. അക്കൂട്ടത്തിൽ കേളി മികവിന്റെ പര്യായമായ വേറെയും ചിലരുണ്ടായിരുന്നു. റിവെലിനോ, ജെയ്സിന്യോ, ടെസ്റ്റാവോ, ക്ലൗഡാൾഡോ, ജെയ്സൺ, എവറാൾഡോ തുടങ്ങിയ പ്രമുഖർ. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ 1962 ലോകകപ്പിലെ ഫൈനൽ എതിരാളികളായ ചെക്കോസ്ലോവാക്കിയയെ 4-1 എന്ന സ്കോറിന് തകർത്ത് രണ്ടാം മത്സരത്തിന് ബോബി മറയുടെ ഇംഗ്ലണ്ടിനെ എതിരില്ലാത്ത ഒരു ഗോളിനും ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരത്തിൽ റൊമാനിയയെ 3-2 എന്ന സ്കോറിനും തകർത്ത് കുതിച്ച ബ്രസീലിന് ക്വാർട്ടറിൽ ഇരയായി കിട്ടിയത് ലാറ്റിൻ അമേരിക്കൻ ടീം പെറു. അവിടെയും 4-2 വിജയം. സെമി ഫൈനലിൽ ബ്രസീലിന് നേരിടേണ്ടത് 1950 മാരക്കാന ദുരന്തം ബ്രസീലിന് നൽകിയ സാക്ഷാൽ ഉറുഗ്വേ. ആ ഓർമ്മകൾക്ക് കൃത്യം 20 വർഷവും ഒരു ദിവസവുമാകുമ്പോൾ ലോകകപ്പ് വേദിയിൽ ആദ്യമായി ഇരുവരും കണ്ടുമുട്ടുകയാണ്. പ്രതികാരദാഹം തീർക്കാൻ നിന്ന ബ്രസീലിന്റെ നെഞ്ച് തകർത്തുകൊണ്ട് ഉറുഗ്വേ 19 മിനിറ്റിനുള്ളിൽ ആദ്യ ഗോൾ നേടി. 1950 ആവർത്തനം വീണ്ടും സംഭവിക്കുമോ എന്ന് പലരും ഭയന്നു പോയ നിമിഷം. എന്നാൽ പിന്നീട് ബ്രസീലിന്റെ വിളയാട്ടം കണ്ട് പലരും അമ്പരന്നു. ഗ്യാലറി ഒന്നടങ്കം ജോഗോ ബൊണീറ്റോ, ജോഗോ ബൊണീറ്റോ എന്ന് ആർത്തിരമ്പാൻ തുടങ്ങി. ക്ലൗഡാൾഡോയും റിവെലിനോയും ജെയ്സിന്യോയും എണ്ണം പറഞ്ഞ 3 ഗോളുകൾ നേടി 1950 മാരക്കാനയിൽ ആ കറുത്ത ദിനത്തിന്റെ മായാത്ത ഓർമ്മകൾക്ക് ചെറിയൊരു ആശ്വാസം നൽകി. ഫൈനലിൽ 1938 വേൾഡ് കപ്പിൽ മുസോളിനി എന്ന ഏകാധിപതിയുടെ അധികാരബലത്തിൽ തങ്ങളെ ചതിക്കപ്പെട്ട ഇറ്റലിയെയും തേടി സ്റ്റാഡിയോ അജാടെക് സ്റ്റേഡിയത്തിലേക്ക്. ഇറ്റലി തങ്ങൾക്ക് ഒരു എതിരാളികളെ ആയിരുന്നില്ല എന്ന ഭാവരൂപേണ കളിച്ച ബ്രസീൽ അവർക്ക് മേൽ ജോഗോ ബൊണീറ്റോ എന്ന് ആർത്തിരമ്പുന്ന ഗ്യാലറിയെ സാക്ഷിയാക്കി 18-ാം മിനിറ്റിൽ പെലെയിലൂടെ അക്കൗണ്ട് തുറന്നു. ശേഷം ബ്രസീലിന്റെ പ്രതിരോധ നിരയിലെ ചെറിയൊരു പിയവ് ഇറ്റലി ഗോളാക്കി മാറ്റി. എന്നാൽ പിന്നീട് ആദ്യ പകുതിക്ക് ശേഷം ബ്രസീലിന്റെ സർഗാത്മകമായ ആക്രമണോത്സുകത അസൂറിപ്പടയുടെ പ്രതിരോധത്തിന് താങ്ങാവുന്നതിലും വലിയ വിങ്ങലേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. ജെയ്സൺ ഒരു ബുള്ളറ്റ് ഷോട്ടിലൂടെയും പെലെയുടെ ഫ്രീ കിക്കിൽ നിന്ന് ജെയ്സിന്യോയും ഗോൾ നേടിയതോടെ സ്കോർ നില 3-1 എന്ന സ്ഥിതിയിലിരിക്കെ ബ്രിട്ടോ, പെലെ, ടെസ്റ്റാവോ, ക്ലൗഡാൾഡോ, ജെയ്സൺ എന്നിവർ ഇറ്റാലിയൻ കളിക്കാരെ മൈതാന മധ്യത്തിൽ കബളിപ്പിച്ച് പരസ്പരം പന്ത് കൈമാറിക്കൊണ്ടിരുന്നു. ശേഷം പന്ത് ഗ്രൗണ്ടിന്റെ ഇടത് ഭാഗത്തേക്ക് റിവെലിനോക്ക് കൈമാറുന്നു. റിവെലിനോ പന്തുമായി കുതിച്ച് വീണ്ടും പെലെയിലേക്ക്. അപ്പോഴേക്കും പിറകിൽ നിന്ന് ടെസ്റ്റാവോയുടെ മന്ത്രധ്വനികൾ വലത് പാർശ്വത്തിലൂടെ ആൽബർട്ടോ മുന്നോട്ട് കുതിക്കുന്നു എന്ന് പെലെ കേൾക്കേണ്ട താമസം പെലെയുടെ കാലിൽ നിന്നും ആൽബർട്ടോയുടെ വേഗതയ്ക്ക് അനുയോജ്യമായ അളന്നു മുറിച്ച പാസ്. കുതിച്ചു വന്ന ആൽബർട്ടോയുടെ വെടിയുണ്ട കണക്കെയുള്ള ഷോട്ടിന് മുമ്പിൽ അസൂറിപ്പടയുടെ ഗോൾ കീപ്പർ നിസ്സഹായനായിരുന്നു. ജോഗോ ബൊണീറ്റോ എന്താണെന്നുള്ളത് ആ ഗോൾ പറയും. ആ ചരിത്ര ഗോളോട് കൂടി കാനറിപ്പടയുടെ ചരിത്രം കൂടി രചിക്കുകയായിരുന്നു. ടൂർണമെന്റിലെ 6 മത്സരങ്ങളിൽ നിന്ന് അടിച്ചുകൂട്ടിയത് 19 ഗോളുകളാണ്. ഇതിലെല്ലാം പെലെയുടെയും ജെയ്സിന്യോയുടെയും സ്പർശനമുണ്ടായിരുന്നു എന്ന് മറ്റൊരു കൗതുകം. ബ്രസീലിന് വേണ്ടി ജെയ്സിന്യോ 7 ഗോളും
പെലെ 4 ഗോളും 7 അസിസ്റ്റുമായി തിളങ്ങിയ ടൂർണമെന്റിൽ മിന്നും താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാലിൽ തലച്ചോറുള്ള ഒരു കൂട്ടം പന്താട്ടക്കാരുടെ നേതാവ്, അതായത് ഫുട്ബോൾ ലോകത്തെ ഒരേയൊരു രാജാവ് സാക്ഷാൽ പെലെയായിരുന്നു. മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ച വശ്യസുന്ദരമായ ആ ലോകകപ്പ് പടിയിറങ്ങിയപ്പോൾ നിശ്ചയദാർഢ്യത്തോടെ പോരാടിയ ബ്രസീൽ എന്ന മഹാവിസ്മയത്തിനു മുമ്പിൽ ലോക ഫുട്ബോൾ അടിയറവ് വെക്കുകയായിരുന്നു. ചരിത്രദിനം പിന്നിട്ട് 50 ആണ്ട് പിന്നിടുമ്പോഴും ഫുട്ബോൾ ലോകത്തെ ഒരേയൊരു രാജാക്കന്മാരായി ബ്രസീൽ ഇന്നും ജൈത്രയാത്ര തുടരുകയാണ്.